ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടി നാളെ സമാപിക്കും. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിന്മേലാണ് ഉച്ചകോടി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ റാഷിദ് അൽ മക്തൂമും ഉച്ചകോടി സന്ദർശിച്ചു. ഭൂകമ്പം നാശം വിതച്ചപ്പോൾ നൽകിയ സഹായത്തിൽ UAEക്ക് നന്ദി. അടിയന്തരഘട്ടത്തിൽ സഹായം നൽകിയത് ഒരിക്കലും മറക്കില്ല. ഉച്ചകോടിയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തോയിബ് എൽദോഗന്റെ വീഡിയോ സന്ദേശം ശ്രദ്ധേയമായി. ഇച്ഛാശക്തിയാണ് UAEയുടെ ശക്തിയെന്നായിരുന്നു റാസൽ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ കാസിബി പറഞ്ഞത്. 2025ഓടെ രാജ്യത്തെ ഹോട്ടൽ ശേഷി ഇരട്ടിയാക്കും. 2030ഓടെ രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം 3 ഇരട്ടിയാകും. ലോകഭാവിക്കായി ഒരുമിച്ച് ഒരുപോലെ പ്രവർത്തിക്കുന്ന സർക്കാരിനെ സൃഷ്ടിക്കുകയെന്നുള്ളതാണ് ലക്ഷ്യമെന്നും ഷെയ്ഖ് സൗദ് ബിൻ സക്കർ പറഞ്ഞു. കാലാവസ്ഥാ ഭീഷണികളെ ചെറുക്കാൻ ദേശവും മതവും വംശവും രാജ്യാതിർത്തികളും മറന്ന് ലോകം ഒന്നിക്കണമെന്ന് UAE IT മന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലമ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികളെ പ്രാദേശികമായി നേരിടാൻ കഴിയില്ല. മാനവരാശിയുടെ മുഴുവൻ ആവശ്യങ്ങളെയാണ് നാം നേരിടേണ്ടത്. അവിടെ സങ്കുചിത മനോഭാവം വെടിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകത്തെ നയിക്കാൻ കഴിയുന്ന ആശയങ്ങൾ സ്വരൂപിക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, സെനഗൽ പ്രസിഡന്റും ആഫ്രിക്കൻ യൂണിയൻ ചെയർപേഴ്സണുമായ മക്കി സാൽ, പരാഗ്വേ പ്രസിഡന്റ് മരിയോ അബ്ദോ ബെനിറ്റസ്, അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് തുടങ്ങി 20 രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 ദുബായ്.